hello and welcome back to my YouTube channel. കുറേ കാലത്തിന് ശേഷം തോന്നുന്നു ഞാനൊരു പ്രോപ്പർ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നീണ്ടു പോവായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ സെപ്റ്റംബർ 10th ആണ്. ഞാൻ കുറച്ച് ലേറ്റ് ആയി എണീക്കാൻ. എനിക്ക് ക്ലാസ്സിൽ പോകാനില്ല, ബട്ട് വീക്ക് ഡേ ആണ് കേട്ടോ. വീക്കെൻഡ് വ്ളോഗൊന്നുമല്ല, വീക്ക് ഡേ ആണ്, ട്യൂസ്ഡേ ആണെന്ന്. സോ ഞാൻ വിചാരിച്ചു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചതാണ്. എനിക്ക് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഒന്ന് ലുൻസി വരെ പോകണം, അത് കഴിഞ്ഞ് ആദ്യം തന്നെ മീറ്റ് ചെയ്യാൻ പോകണം. ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു വെച്ചാൽ, ഇന്ന് ഞാൻ ഫ്രീ ആണ്. ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത്, ഈ റൂമിൽ കുറച്ച് ദിവസം കൂടി നമ്മളെടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു റൂമിലേക്ക് മാറുകയാണ്. AF ബോസ്റ്റാണ് ഈ ഒരു അക്കോമഡേഷൻ പ്രൊവൈഡേഴ്സ് തന്നെ തരുന്ന റൂമാണ് കേട്ടോ. കാരണം ഇവിടെ അവർ റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഫുൾ സാധനങ്ങൾ എടുത്തിട്ട് വേറൊരു ബ്ലോക്കിലേക്ക് മാറണം. അപ്പോൾ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ കാലം വന്നപ്പോൾ ആദ്യമായിട്ട് താമസിച്ചിട്ടുള്ള റൂമാണ്. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള വളരെ എസ്തെറ്റിക് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു റൂമാണ്. വീട്ടിൽ നമ്മളെ നാട്ടിൽ എനിക്ക് ഒറ്റയ്ക്ക് റൂമുണ്ട്, പക്ഷെ അത് നമ്മളെ നാടിൻ്റെ ഒരു എസ്തെറ്റിക് അല്ലല്ലോ. നമ്മളെപ്പോഴും ഇങ്ങനെ എംബ്രോയിഡറി ഇൻഫ്ലുവൻസസിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ വൈറ്റ് റൂം, അങ്ങനത്തെ എൻ്റെ ആദ്യത്തെ റൂമാണ്. ആൻഡ് ഞാൻ ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് ജീവിച്ച് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ റൂമാണ്. അപ്പോൾ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ ദറ്റ്സ് ഓക്കെ. കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ബ്ലോക്കിലേക്കാണ് നമ്മൾ മാറുന്നത്. സോ അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിൻ്റെ മുന്നേ എൻ്റെ ടേബിളും റൂമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ ഈ സാധനങ്ങളൊക്കെ അല്ലേ നമ്മളിവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ പണ്ടൊരു വ്ളോഗിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അഴിക്കണം. ഇവിടെയുണ്ട്, അവിടെയുണ്ട്, അതേപോലെ തന്നെ ഇവിടെയുണ്ട്. ഷെൽഫ് കംപ്ലീറ്റ്ലി പാക്ക് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കണ്ടോ, ഇത് നമ്മൾ അന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പസിലായിരുന്നു. ഇതാണ് പസിൽ കണ്ടോ, ഇതാണ് പസിൽ കണ്ടോ. അപ്പം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മളങ്ങനെ ഒരുപാട് ദിവസം ഇരുന്ന് ചെയ്തിട്ടില്ല. പക്ഷെ ഓൾമോസ്റ്റ് പകുതി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പകുതി കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത് ചെയ്യണം. ഇതൊരു 4-5 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് കൊടുത്തു വിടാൻ ഓർക്കുകയാണ്, കുഞ്ഞൂസിന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾസോ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കടയിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. H&Mൻ്റെ ഒരു റെഡ് നെയിൽ പോളിഷാണ്. ഞാൻ ഇതുവരെ റെഡ് നെയിൽ പോളിഷ് ട്രൈ ചെയ്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം വാങ്ങി നോക്കാമെന്ന്. അതേപോലെ ഇത് ഫ്ലൈയിങ് ടൈഗറിന് വാങ്ങിയിട്ടുള്ള ഒരു പസിലാണ്. ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു. പിന്നെ ഇതിവിടെ വെച്ചതാണ്. പിന്നെ ഇത് എഗെയിൻ ഒരു അണ്ടർആം റോൾ ഓൺ ആണ്. സോ അത് ഇവിടെ ടേബിളിൽ ഇന്നലെ വാങ്ങി വെച്ചതാണ്. അതുകൊണ്ടാണ് അത് അവിടെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പം നമ്മളെ സ്ഥിരം അവിടെ ഒരു റെഡ് കാർ കാണാറുണ്ടായില്ലേ, അതിൻ്റെ പൊസിഷൻ ഇപ്പോൾ മാറ്റിയത് ഇവിടേക്ക് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഇടയിലായിട്ട് ഒരു കുഞ്ഞ് റെഡ് കാർ. അയ്യോ കാണില്ല അല്ലേ? കാണാം. കണ്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇന്നലെ ഞാൻ പുതിയ ബ്രെഡും ജാമും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. സോ അത് തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മളെ കോറിഡോർ കിച്ചൺ. ഇന്നലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാം ഇങ്ങനെ ചെയറൊക്കെ മുകളിൽ വെച്ചതാണ്. കിച്ചൺ ഇപ്പോൾ അത്യാവശ്യം ഭയങ്കര നീറ്റാണ്. കാരണം നമ്മളിപ്പം ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ക്ലീനിങ് കൊണ്ടുപോകാറ്. സോ 2 പേര് എല്ലാ വീക്കും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എങ്ങാണ്ടാണ് എൻ്റെത് ഓൾറെഡി ഒരു സെറ്റ് കഴിഞ്ഞു. സോ ഞാൻ പറഞ്ഞിട്ടുള്ള ബ്രെഡ് ആൻഡ് ജാം ഇതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇക്കയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ബ്രെഡാണ് കേട്ടോ. അത് കണ്ടോ, ഈ ഒരു ബ്രെഡ് ഇത് ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ആൻഡ് ഇത് ഒരു റിയൽ ഫ്രൂട്ടുള്ള ഒരു ജാമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കഴിക്കാം. നമ്മളെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഹിയർ. സോ ഇതൊരു വേറെ കൈൻഡ് ഓഫ് ബ്രെഡാണ് കേട്ടോ. എനിക്കറിയില്ല വീറ്റ് ആണോ ഇനി വേറെ എന്തെങ്കിലാണോ എന്ന്. എന്തായാലും നല്ല ബ്രെഡാണ്. വെരി സിമിലർ ടു ഒരു കേക്ക് കഴിക്കണ പോലെ. എങ്ങനെയുണ്ടായിരുന്നു ഓടാൻ പോയിട്ട്? സൂപ്പർ തണുപ്പായിരുന്നു ആണ്. യെസ്, ഇന്നത്തെ വെതർ നോക്കുമ്പോൾ ഇവൻ പോയ സമയത്ത് 13 ഡിഗ്രി ആണ്. ആൻഡ് ഐ തിങ്ക് ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഡേ ഓഫ് സമ്മറിന്. പക്ഷെ മേ ബി നെക്സ്റ്റ് വീക്ക് അങ്ങനെ ഏതെങ്കിലും കുറച്ച് ദിവസമൊക്കെ കിട്ടുമായിരിക്കും, നല്ല ചൂടുള്ള കുറച്ച് ദിവസങ്ങൾ. പക്ഷേ ചാൻസ് ഉണ്ട്. പക്ഷേ വെതർ ആപ്പ് പ്രകാരം നമ്മളെ ഓട്ടം സീസണിൻ്റെ സ്റ്റാർട്ടാണ്, മഴയും ഒക്കെ ആയിട്ട്. പക്ഷെ നിനക്ക് ഇനി 4-5 ദിവസം ഇവിടെ അല്ലേ ഇവിടെ ഉള്ളൂ? Yes guys, only 4-5 and Charles. Okay, how do you feel? Are you happy? തിരിച്ചു പോണേൽ are you happy? Blink twice if you are in danger. തിരിച്ചു പോണേൽ ഹാപ്പി അല്ല കേട്ടോ. ഇതാണ് ഇവന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് ഒരു പറ ക്വാർഗും ഓട്സും കഴിക്കും അല്ലേ ബ്രോ? അല്ല, അതെ, നാളെ അല്ല കേട്ടോ. ഇതിപ്പം സാധാരണ 4 എണ്ണം ഉണ്ട്. ഇന്ന് 3 മുട്ടയെ ബാക്കി ഉണ്ടായുള്ളൂ. അതുകൊണ്ട് ഇന്ന് 3 എണ്ണമാണ് കഴിക്കണത്.
സോ നമ്മളെ ഇന്നത്തെ ലോണ്ടറി സെഷന് വേണ്ടി പോവാണ്. പുറത്ത് അത്യാവശ്യം നല്ല വെളിച്ചൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ? പക്ഷേ അത്യാവശ്യം തണുപ്പുണ്ട്. സോ നമുക്ക് വേഗം ഓടി ലോണ്ടറിക്ക് പോവാം. എന്നാലും ഞാൻ ഇതിൻ്റെ മുകളിൽ ഈ സ്റ്റെയറിൽ ഞാൻ വീണിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് കാലിന് വേദനയായിരുന്നു. അതുകൊണ്ട് നമുക്ക് മെല്ലെ പോവാം. സോ എങ്ങനെയാണ് നമ്മുടെ ലോണ്ടറി എടുക്കേണ്ടത് എന്നുള്ളതാണ് കാണിച്ചിരുന്നത്. ഓൾറെഡി നമ്മൾ സൈറ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ ഗ്രീൻ കളറിലേക്ക് വരും. എന്നിട്ട് ഞെക്കി ഓപ്പൺ കൊടുക്കാം. അപ്പം നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള വാഷിംഗ് മെഷീനൊക്കെ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മൾ നെക്കി ഇതും ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം 3 വാഷിംഗ് മെഷീൻസ് നമുക്ക് അറ്റ് എ ടൈം ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ലോണ്ടറി ഇട്ട് വന്നു. ഇനിയിപ്പോൾ ഒരു 40-45 മിനിറ്റ്സ് കഴിയുമ്പോൾ പോയിട്ട് ഡ്രയറിലേക്ക് ഇടണം. അപ്പോൾ ഇത് ഞങ്ങളുടെ ബാൽക്കണിയാണ് കേട്ടോ, ഞങ്ങളുടെ ഫ്ലോറിലുള്ള ബാൽക്കണി. നല്ല തണുപ്പുണ്ട്. സോ ഞാൻ തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം ഒരു 10 ദിവസത്തിനോ 5 ദിവസത്തിന് ശേഷമാണ് ഞാൻ തലയിൽ എണ്ണ തേക്കുന്നത്. ഞാൻ വിചാരിച്ചു 10-15 മിനിറ്റ്സ് മുടിയില്ലാതെ അങ്ങനെ നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാമെന്ന്. ആ നാട്ടിൽ നിന്നുള്ള എണ്ണയാണ് കേട്ടോ, നാട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള. അതിൻ്റെ പേരെന്തായിരുന്നു? ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് വൈറലായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. മറന്നു, ഞാനിവിടെ കൊടുക്കാം, ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ റിയൽ റോ ഫുട്ടേജസ് ആണോ ഇഷ്ടം? കുറച്ചും കൂടി എസ്തെറ്റിക് ആയിട്ട് ട്രൈപോഡൊക്കെ പിടിച്ച് അവിടെയും ഇവിടെയൊക്കെ പ്ലേസ് ചെയ്തിട്ട് അങ്ങനെ പല ആംഗിളിൽ നിന്ന് എടുക്കുന്ന ഷോർട്സ് ഉള്ള വ്ളോഗ്സ് ആണോ കാണാൻ ഇഷ്ടം എന്ന് പറയണം കേട്ടോ. ബേസിക്കലി എടുക്കാൻ എളുപ്പം ഇങ്ങനത്തതാണ്. മറ്റേത് കുറച്ചും കൂടി ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ 2 പ്രാവശ്യം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ ബാക്കിൽ പോയിട്ട് ട്രൈപോഡ് വെക്കണം, പിന്നെ ഫ്രണ്ടിൽ പോയിട്ട് ട്രൈപോഡ് വെക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് പറയണം. എനിക്ക് കൂടുതൽ കാണാൻ ഇഷ്ടം മറ്റേ ഒരു എസ്തെറ്റിക് ആണ്. ഇന്ന് ഞാൻ കുറച്ചും കൂടെ റിയൽ ആയിട്ടുള്ള സംസാരിച്ചും കൊണ്ടിട്ട് അങ്ങനെ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അമ്മനിപ്പോൾ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ട്. സോ ഞാൻ വിചാരിക്കണം ഒരു 10 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വേഗം പോയിട്ട് ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു 40 മിനിറ്റ്സിനുള്ളിൽ തന്നെ വേഗം ഡ്രയറിലേക്ക് മാറ്റിയിടണം. യൂഷ്വലി ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ നമുക്ക് അറ്റ് എ ടൈം 3 എണ്ണമാണ് ബുക്ക് ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ 2 എണ്ണം ബുക്ക് ചെയ്യും നമുക്ക് അലക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് സ്ലോട്ടിൽ 1 ബുക്ക് ചെയ്തിടും. കാരണം എന്താ വെച്ചാൽ ആ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ആ റൂമിലേക്ക്, ലോണ്ടറി റൂമിലേക്ക് കയറാൻ പറ്റില്ല, നല്ല തണുപ്പുണ്ട്. ഞാൻ വേഗം നമ്മൾ റൂമിലേക്ക് പോട്ടെ. അപ്പം നമുക്ക് ഓടി പോവാം. സോ ഇതാണ് എൻ്റെ ഫ്ലോർ. നമുക്ക് ഇങ്ങനെ കീ ഉണ്ടാവും. ആ കീ ഇവിടെ വെച്ചാൽ കണ്ടോ, ഇതിവിടെ തുറന്നു വരുമ്പോൾ ഒരു ഗ്രീൻ ലൈറ്റ് ഉണ്ട്, നമുക്കിത് തുറക്കാം. സോ ഞാൻ കുളിച്ചിറങ്ങി ഡ്രസ്സ് മാറി നമുക്കൊന്ന് ലുൻസി വരെ പോകണം. അപ്പം എന്നിട്ട് ഞാൻ പോയിട്ട് ഹോട്ട് ഡോഗ് ഉണ്ടാക്കിയിരുന്നു. അപ്പോഴാണ് എനിക്ക് വ്ളോഗ് കണ്ടിന്യൂ ചെയ്തില്ലല്ലോ എന്ന് തോന്നിയത്. അപ്പം നമുക്ക് വേഗം പോയിട്ട് നോക്കാം. അതിൻ്റെ ഇടയിൽ പോയിട്ട് ലോണ്ടറി സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വന്നു കേട്ടോ. ഇന്നത്തെ ലഞ്ച് കുറച്ച് ആപ്പിൾസ് ഉണ്ട്, പിന്നെ കുറച്ച് സോസേജസ് ഉണ്ട്, കുറച്ച് പിക്കിളുണ്ട്, ആൻഡ് നമ്മളെ അമനുണ്ട്. അതെ, നമുക്ക് ഇങ്ങനത്തെ ഹോട്ട് ഡോഗിൻ്റെ ബണ്ണ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മളൊരു സോസേജ് വെച്ചു. കുറച്ച് ഇന്നത്തെ സോസ് എന്ന് പറയുന്നത് കെച്ചപ്പ്, പിന്നെ എന്തായിരുന്നു മസ്റ്റർഡ് സോസ്, പിന്നെ ഒരു അവക്കാഡോ എല്ലാം കൂടെ മാഷ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് കുറച്ച് പിക്കൽ, ഞാൻ 2 എണ്ണം, ഒരു കുക്കുംബറും ഒരു ക്യാരറ്റും വെച്ചിട്ടുണ്ട്. അത്ര തന്നെ. പിന്നെ നമ്മൾ ഫ്രൈഡ് ഓനിയൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇവിടെ, ഒരു കുഞ്ഞി പാക്ക് അതുമുണ്ട്. കുഴപ്പമില്ല, ഒരു സാധാ ആവറേജ് ലഞ്ച്. അങ്ങനെ വേഗം ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 2:20 ഒരു ബസ് ഉണ്ട്, ആ ബസ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ദേവിക്ക് അതിൽ കയറും, അവനിപ്പോൾ വരും. എനിക്ക് കുഞ്ഞു കാലം ഞാൻ മെല്ലെ നടന്നവിടെ എത്തുള്ളൂ, അവൻ ഓടി വന്നോളൂ. സോ നമ്മളിപ്പോൾ പോണത് നാളെ, ഇന്ന് ആതിരേൻ്റെ അടുത്ത് പോകണില്ല, അപ്പോൾ നാളെ അതും കൂടെ ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്യാം. നാളെ ആതിരേൻ്റെ അടുത്ത് പോകേണ്ട, അവരെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് എന്തെങ്കിലും നോക്കാൻ വേണ്ടി പോവാണ്. ചെടി അല്ലെങ്കിൽ പൂവ് ആണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. സോ എന്തായാലും പോയി നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രോസറി വാങ്ങിക്കാൻ പോകാനുണ്ട്. കാരണം ഫ്രൈഡേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. പാർട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഡിന്നർ വിത്ത് മൈ ഫ്രണ്ട്സ്. സോ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്ന് പോകുന്നതിൻ്റെ പിന്നിലുള്ള മെയിൻ ഉദ്ദേശങ്ങൾ. ബസ് വരുന്നുണ്ട് കേട്ടോ, ബസ് വരുന്നുണ്ട്. അതാ വരുന്നു നമ്മുടെ ബസ്. നമ്മളിങ്ങനെ ദെല്ലൂൻ സെന്ററിൽ ഇറങ്ങിയതേ. ആരാണ് നോക്ക്, 2 പേരും മാച്ചിങ്. ഇവര് ട്വിന്നിങ് ആണ്, നോക്കിയാ ട്വിന്നിങ്. അവര് വ്ളോഗിൽ അപ്പൊ ഇവര് ട്വിന്നിങ്. സോ നമ്മളിപ്പം എങ്ങോട്ടാ പോണത്? ഏതൊരു കട, ഏത് കടയാണ്, ഏത് ഷോപ്പാണ്? ഫ്ലവർ ഹൗസ് അങ്ങനെ എന്തോ ആണ്. അങ്ങോട്ട് പോയി നോക്കട്ടെ, വെയിലുണ്ട്. അങ്ങനെ നമ്മൾ ആ കടയിൽ കയറി നോക്കി. അവിടെ കുറച്ച് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ വേറൊരു കട ലക്ഷ്യം വെക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെയും പോയി നോക്കിയിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. അല്ല, അതെ.
ഇവൻ ഭയങ്കര റബ്ബലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്ട് ചെയ്യണത്. പക്ഷെ ശരി റബ്ബറല്ല റബ്ബൽ, പക്ഷെ ശരിക്കൊരു തങ്കക്കുടമാണ്. സോ നമ്മൾ ഇന്ന് പോകണോ നാളെ പോകണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവർ ആദ്യം അയച്ച ഓഡിയോ ഒന്നും കൂടെ കേൾക്കണം. ആണോ? യെസ്. ഓക്കെ. നമ്മൾ ഇപ്പോൾ വില്ലീസിലെത്തിയിട്ടാണ്. ഞാൻ പറയുന്നത് എത്രത്തോളം ഓഡിയബിൾ ആണെന്ന് അറിയില്ല, കാരണം നല്ല കാറ്റുണ്ട്. നമ്മൾ ദേവിക വഴിയിൽ ഇറങ്ങിയിട്ടോ, സ്മോൾക്കൻ ഇറങ്ങി. അപ്പം നമ്മളിപ്പോൾ പോണത് ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. 2-3 ഡേയ്സിലേക്കുള്ള ഗ്രോസറി ഷോപ്പിംഗ് ആണ് ഇന്നത്തെ നമ്മളെ ലക്ഷ്യം, അല്ലേ ബ്രോ? ഓക്കെ. സോ നമ്മൾ വില്ലീസിലെത്തിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരം വില്ലീസ് ആയിട്ടുള്ള ഷംലസ് ബാഗിനുള്ള വില്ലീസ് ആണ്. ഇതാണ് നമ്മളെ വില്ലീസ്. അപ്പം നമ്മൾ കുറച്ച് ദിവസത്തേക്കുള്ള ഷോപ്പിംഗ് കഴിഞ്ഞു. ആൻഡ് തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നല്ലോണം തണുക്കുണ്ടെങ്കിൽ. ഇനി നമുക്ക് റൂമിൽ പോയിട്ട് വേറെ എന്താ പരിപാടി? ഇനി ഇന്നത്തെ രാത്രിക്കത്തേക്കുള്ള കുക്കിംഗ് ഒക്കെ ഉണ്ട് അല്ലേ? സോ ഗൈസ്, ഞാൻ അങ്ങനെ വില്ലീസിലൊക്കെ പോയി തിരിച്ചിവിടെ വന്നു. സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് ഒരു 20-25 മിനിറ്റ്സ് ആയിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരമായിട്ട് വ്ളോഗ് ചെയ്യാഞ്ഞത്. ഞാൻ ഡ്രസ്സ് മാറി, വീട്ടിലിരുന്ന ഡ്രസ്സിലേക്കൊക്കെ മാറി. സോ ഇനി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ക്ലാസ്സിലേക്കുള്ള വർക്ക് ചെയ്യാനുണ്ട്. കാരണം നമ്മളെ ക്ലാസ്സൊക്കെ മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്തല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വർക്ക് ലോഡ് ഇല്ല, പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ അത് പുറത്ത് പോയപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം യെസ്, വിൻ്റർ ആവാനായി. ഞാൻ വിൻ്ററിന് ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ ഈ സമ്മറിൻ്റെ വിൻ്ററിൻ്റെ ഇടയിലായിട്ട് ഓട്ടം സീസൺ ഉണ്ടല്ലോ, ഫോൾ സീസൺ. അത് കഴിഞ്ഞ വർഷം എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടൊക്കെ തോന്നിയിരുന്നു, പുതിയ ഫോട്ടോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചൊരു ചീഞ്ഞ കാലാവസ്ഥയാണ്. കാരണം എപ്പോഴും മഴയായിരിക്കും, തണുപ്പുണ്ട്, ഇപ്പം മഴയുണ്ട്. മഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല, മഴയാകുമ്പോൾ ഒരു സുഖക്കുറവുണ്ട്. അപ്പം അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഈ ഒരു വീക്കായിട്ട് ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് നമ്മളെ ലഗേജ് അല്ല, ട്രോളിനകത്താണ് എല്ലാ എൻ്റെ വിൻ്റർ ഡ്രസ്സ് അല്ലെങ്കിൽ ഫോളിനൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ കട്ടിയുള്ള ഡ്രസ്സ് അതൊക്കെ മാറ്റി ഇങ്ങോട്ട് വെക്കണം. സമ്മർ ഡ്രസ്സൊക്കെ മാറ്റി പെട്ടിനകത്ത് കയറ്റണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. സോ അങ്ങനെ എന്തായാലും നമ്മൾ ആദ്യമേക്കുള്ള ചെടി വാങ്ങിച്ചു. ചെടിയല്ലല്ലോ, ഒരു ഓർക്കിഡാണ് വാങ്ങിയത്. ചെടിയല്ലേ? അതെ, അത് വാങ്ങിച്ചു. റാപ്പൊക്കെ ചെയ്ത് ഒക്കെ ദേവിക കൊണ്ടുപോയിട്ടുണ്ട്. നാളെ നമ്മൾ അപ്പം വിചാരിക്കുന്നത് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം അല്ല, വൈകുന്നേരമായിരിക്കും മോസ്റ്റ്ലി. അവർ രണ്ടുപേരും അവിടെ ഉള്ള സമയത്ത് നമുക്ക് അവരെ വീട്ടിലേക്ക് പോയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് കുറച്ച് നേരം അവരോട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാൻ നാളത്തെ ആ പോർഷനും കൂടി ഈ വീഡിയോൻ്റെ എൻഡിലായിട്ട് ആഡ് ചെയ്യാം. ഞാൻ നാളെ കംപ്ലീറ്റ് ആയിട്ട് വ്ളോഗ് ചെയ്യുന്നില്ല, കാരണം നാളെയൊക്കെ രാവിലേക്ക് എനിക്ക് ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ട്യൂസ്ഡേ എനിക്ക് എക്സാം ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെയും കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം അതൊക്കെയാണ് ഇപ്പോൾ ഉള്ള വിശേഷങ്ങൾ. അപ്പം ഞാൻ മെല്ലെ എൻ്റെ പഠിത്തത്തിലേക്ക് കുറച്ച് കടക്കട്ടെ. അതിൻ്റെ മുന്നേ ഇവിടെ ഇതുണ്ട്, ഞാൻ രാവിലെ കാണിച്ചതല്ലോ, പസിൽ. ഇതിങ്ങനെ വെക്കണോണ്ട് ഇത് ചെയ്യാനൊരു ത്വരയാണ്. പക്ഷെ ഇപ്പം ഇത് ചെയ്യാനിരുന്നാൽ കുറേ നേരം ഇതുമ്മിൽ ഇരിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് അറിയില്ല. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് നേരം ഇപ്പം ഇതിരുന്ന് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കണമെന്നാണ്. വെരി കൺഫ്യൂസ്ഡ്. എന്ത് ചെയ്യണം മല്ലയ്യ? എനിക്കാണെങ്കിൽ ഇത് ചെയ്യാനായിട്ടൊരു സമാധാനക്കേടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കണു ഇന്ന് ഇത് ചെയ്യാം. എനിക്ക് ഇത് ചെയ്യാണ്ട് ഇപ്പോൾ പഠിക്കാതിരുന്നാൽ ഞാനിങ്ങനെ അയ്യോ ഇതൊക്കെ ചെയ്യുമെന്ന് ആലോചിക്കും. അപ്പം മേ ബി ഞാൻ കുറച്ച് നേരം ഇതിരുന്ന് ചെയ്യാൻ പറ്റുമോ നോക്കണ്ടേ. ഇന്നലെ ഞാൻ കുറച്ചിരുന്ന് ചെയ്തിരുന്നു. എൻ്റെ എയിം ഇതൊരു സെപ്റ്റംബർ 15th ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം പറ്റുമോ നോക്കാം. ഇത് 1000 പീസസ് ആണ് കേട്ടോ. 1500 വെച്ചിട്ടായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അത് ഒട്ടും പറ്റുണ്ടായില്ല. അത് പിന്നെ ഇവിടെ കോറിഡോറിലുള്ള ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് ഞാൻ കാശ് ഇറക്കി വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് നേരം ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് രാത്രി ഇരുന്നിട്ട് പഠിക്കാം. ഇന്ന് രാത്രിക്കത്തേക്ക് അങ്ങനെ ഒരുപാട് കുക്കിങ്ങോ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും മെല്ലെ ഇത് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ കുറച്ച് നേരത്തിൻ്റെ ബസ്സിൽ ചെയ്യുന്ന പരിശ്രമത്തിന് ഒടുവിൽ നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ വന്നതാണ്. അതാണ് നമ്മൾ ഇന്നത്തെ ഡിന്നർ. എൻ്റെ കൂടെ ആരാ ഉള്ളത്? എൻ്റെ ഹെൽപ്പിന് വേണ്ടിയിട്ട്. എൻ്റെ ഹെൽപ്പിന് ഞാനാട്ടോ മെയിൻ ഷെഫ്. ഞാൻ പോട്ടെ. ഞാനാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ ജസ്റ്റ് സില്ലി ഹെൽപ്പിന് വേണ്ടി ചില്ലി എന്നൊക്കെ. സോ നമ്മൾ ഇൻസ്റ്റ തോണ്ടുന്നതിനിടയിൽ ഒരു റീല് കണ്ടിട്ട് അതിൽ നിന്ന് വന്നതാണ് കേട്ടോ. അല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടൊന്നുമല്ല. തള്ളണേ, വെറും തള്ളലോട് തള്ളല. അപ്പം നമ്മൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു വാങ്ങിയത്. അപ്പം അതും കുറച്ച് ക്യാരറ്റും കുറച്ച് തക്കാളി അല്ലല്ലോ ഉള്ളിയും
ഇട്ടിട്ട് നമുക്കൊരു കുട്ടി സൂപ്പ് ഉണ്ടാക്കാം അല്ലേ? Yeah, that's true. That's true. സോ അങ്ങനെ നമ്മൾ പെട്ടെന്നുണ്ടാക്കിയ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൂപ്പ് ഉണ്ടാക്കി. ഇതാണ് സൂപ്പ് ആൻഡ് ഇതാണ് എൻ്റെ അവൻ. എങ്ങനെയുണ്ട് സൂപ്പർ? എങ്ങനെയുണ്ട് സൂപ്പ്? എന്നെ പോലെ സൂപ്പറായിട്ടുണ്ട് സൂപ്പ്. തിന്നാൻ മാത്രം പോരാ, കോണ്ടന്റ് തരണം. അതെ, നേരത്തെ ഞങ്ങൾക്ക് സ്റ്റൈലൊക്കെ കഴിക്കരുത്. ഇല്ല ഈ സ്റ്റൈല് മതി ചാനലില്. അപ്പോൾ അത് നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങളിപ്പം ആതിരേൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളതാണ്. സോ ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ തരണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ ഹോൾ കാണിച്ചു തരാമെന്ന്. കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ നാട്ടിൽ നിന്ന് കൊടുത്തു പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും ഞാൻ സീൽ പോലും കളഞ്ഞിട്ടില്ല കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഞാൻ തീർന്നത് ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ്. ഡോട്ട്.ഇൻ.കി സീക്കേൻ്റെ സീക്ക കാമിങ് ബ്ലമിഷ് ക്ലിയറിങ് ഫേസ് വാഷ്. ഡോട്ട്.ഇൻ.കി ബ്രാൻഡിൻ്റെ ഈ ഒരു പച്ച കളറുള്ള ഫേസ് വാഷാണ് കേട്ടോ. ഫുൾ ഇങ്ങനെ സീലൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബോഡി മിസ്റ്റാണ്. പ്ലമ്മിൻ്റെ 2-3 എണ്ണം ഇവിടെ ഉണ്ട്. അത് തീർന്നു. അപ്പം പുതിയ ഒരെണ്ണം ഞാൻ നാട്ടിൽ നിന്ന് കൊടുത്ത് പിടിപ്പിച്ചതാണ്. ഇത് ഓപ്സി ഡേസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ്. സോ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ബിറ്റ്വീൻ ഈ ഒരു വിരൽ ഇന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, ഞാൻ ആപ്പിൾ കട്ട് ചെയ്തതാണ്. അപ്പം ഇതാണ് നമ്മളെ അടുത്ത പ്രോഡക്റ്റ്. അപ്പോൾ തേർഡ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡ് ക്രീമാണ്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. കഴിഞ്ഞ വർഷം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വിൻ്ററൊക്കെ അല്ലേ വരുന്നത്, ഓൾറെഡി തണുപ്പായി തുടങ്ങി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. സോ ഇത് പ്ലം ഗുഡ്നെസ്സിൻ്റെ ഹാൻഡ് ക്രീമാണ്. അധികം ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, പക്ഷേ ഒരു ഇത്തിരി മതി. ഭയങ്കര മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്. ആക്ച്വലി അതിൻ്റെ 2 എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ, 1 അല്ല 2 എണ്ണം ഞാൻ കൊടുത്തു പിടിപ്പിച്ചിട്ടുണ്ട്. സോ ഇതാണ് 2 എണ്ണം. അടുത്തത് സൺസ്ക്രീൻ ആണ്. എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ ഭയങ്കര ഇഷ്ടമാണ്. ഡോട്ട്.ഇൻ.കിൻ്റെ പിങ്ക് കളർ എൻ്റെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ വാട്ടർമെലൻ്റെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇത് നമ്മളെ വിറ്റമിൻ സി റേഞ്ചിൽ വരുന്ന, വിറ്റമിൻ സി പ്ലസ് ഈ റേഞ്ചിൽ വരുന്ന സൺസ്ക്രീൻ ആണ്. സോ ഇതും ഒരെണ്ണം ഞാൻ നാട്ടിൽ നിന്ന് കൊടുത്തു പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഏതാ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ പ്ലമ്മിൻ്റെ തന്നെ നമ്മളെ ഡബിൾ ക്ലെൻസിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലെൻസിങ് ബാമാണ്. സോ ഇതാണ് ക്ലെൻസിങ് ബാം. ഇത് ഞാൻ നാട്ടിൽ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് യൂസ് ചെയ്തു. അപ്പം ഇത് പുതിയൊരു പാക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് പ്രൊഡക്ട്സാണ് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്ത് പിടിപ്പിച്ചത്. സോ ദ തിങ് ഈസ് ഒരുപാട് സെയിൽ ഇപ്പം ആമസോണിൽ നടക്കുന്നുണ്ട്. സോ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. താഴെ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ വേഗം റെഡി ആയിട്ട് ഇറങ്ങട്ടെ. ഞാൻ ഇവിടെ ഫുൾ നമ്മളെ തുണിയൊക്കെ മടക്കി വെക്കാനുള്ളതൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓൾമോസ്റ്റ് ടൈമായി. അപ്പോൾ നമുക്ക് മെല്ലെ ഇറങ്ങാം. സോ പ്രത്യേകിച്ച് ഇനിയൊന്നും ചെയ്യാനല്ല. അപ്പം ഞാൻ വേഗം ഇറങ്ങട്ടെ കേട്ടോ. പുറത്ത് അമ്മൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹേ ബ്രോ, എങ്ങനെയുണ്ട് തണുപ്പ് തുടങ്ങിയിട്ട്? തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ 2-3 ലെയർ ഇട്ടത് പിന്നെ ചുമ്മാതാണല്ലോ. ഒരു ലെയർ ഉള്ളിലൊന്നുമില്ല. എനിക്ക് തണുക്കുണ്ട് കേട്ടോ അത്യാവശ്യം. അതുകൊണ്ട് ഞാൻ ഉള്ളിൽ വരുന്നില്ല, പക്ഷെ എന്നാലും തണുപ്പുണ്ട്. നമുക്ക് വേഗം പോകാം. ഇനിയിപ്പോൾ പെട്ടെന്ന് ഇരുട്ടായി തുടങ്ങി. ഇന്ന് ഫുൾ ഡേ മഴയായിരുന്നു, ചീഞ്ഞ മഴയായിരുന്നു ഫുൾ ഡേ. സോ നമുക്ക് വേഗം പോവാം. നമുക്ക് പോയിട്ട് കേക്കും കൂടെ വാങ്ങിയിട്ട് നേരെ ആതിരേൻ്റെ വീട്ടിലേക്ക്. ഞങ്ങൾ പുറത്തു നിൽക്കാൻ ആണല്ലേ? ഹലോ, അവിടെയാണോ? ഈ ഡോറാണോ ആ ഡോറാണോ? Happy anniversary guys! Happy anniversary to അല്ല ഈ റെക്കോർഡിംഗ് ഉണ്ട്. അങ്ങനെ നമ്മൾ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. എന്താണ് ഇവിടെ ഇരിക്കുന്നത് നോക്കൂ എല്ലാവരും. അയ്യോ, നോക്കൂ കണ്ടേ ദേവിക, എന്താണ് ഇന്നത്തെ പഫ്സിനെ പറ്റി പറയാനുള്ളത്? ഇങ്ങോട്ട് നോക്കൂ. രാവിലെ ഞാൻ ഒരു ബുൾസൈ അടിച്ചപ്പോ ഒരു മുട്ട കുറവ് വന്നു. അപ്പൊ 2 എണ്ണം വെജ് പഫ്സും ബാക്കിയായി.
ഇതാണ്